രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എയുടെ അറസ്റ്റ് വൈകുന്നതെന്ത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. രാഹുലിനെ പോലെ കേരളത്തിൽ എവിടെ ചെന്നാലും ആളുകൾ അറിയുന്ന ഒരാളെ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്താൻ കഴിയാത്തത്ര ദുർബലമാണ് കേരള പോലീസെന്ന് ആരും കരുതുന്നില്ല. പ്രത്യേകിച്ച് അതിജീവിത പരാതി നൽകാൻ പോകുന്നുവെന്ന വാർത്തകൾ പുറത്തു വരികയും അതിജീവിത പരാതിയുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തുന്നതടക്കം മുൻകൂട്ടി അറിഞ്ഞവരാണ് കേരള പോലീസുകാർ. അതിന് മണിക്കൂറുകൾ മുമ്പ് വരെ പൊതുപരിപാടികൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുകയും ചെയ്തതാണ്. അങ്ങനെ ഒരാളെ നിരീക്ഷിക്കാനുള്ള സംവിധാനം പോലീസിന് എന്തായാലുമുണ്ട്. അങ്ങനെ പോലീസ് നിരീക്ഷണത്തിൽ കഴിയുന്ന ഒരു എം.എൽ.എക്ക് വേഷം മാറിയോ അല്ലെങ്കിൽ വാഹനം മാറിയോ രക്ഷപ്പെടാനാവില്ല എന്നതും വ്യക്തമാണ്. അപ്പോൾ കേരള പോലീസിനറിയാം രാഹുൽ എവിടെയുണ്ടെന്ന്. മുൻകൂർ ജാമ്യ ഹർജിയിൽ കോടതി തീരുമാനം വരും വരെ സാവകാശം നൽകുന്നതാണോ, അതോ ഇപ്പോഴേ അറസ്റ്റ് വേണ്ടെന്ന നിർദ്ദേശം പോലീസിന് ഉന്നതങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ? സംശയങ്ങൾ അങ്ങനെ പലതാണ്. എന്തായാലും മുഖ്യമന്ത്രിക്ക് അതിജീവിത പരാതി നൽകിയത് നവംബർ 27 വ്യാഴാഴ്ചയാണ്. 6 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഇന്നിപ്പോൾ മറ്റൊരു പെൺകുട്ടി KPCC അധ്യക്ഷനും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും അടക്കം പരാതി നൽകിയിരിക്കുന്നു. അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണെന്നറിയില്ല, ഒളിവിലാണ് എന്നെല്ലാമാണ് കേരള പോലീസ് പറയുന്നത്. കേരള പോലീസും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിൽ ഒളിച്ചു കളിക്കുകയാണോ?